അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്, വിച്ച് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ക്രിയേറ്റ് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫ്രം 1 to 10 ഫോർ എ ഗിവൻ നമ്പർ ഓഫ് n ആൻഡ് റിട്ടേൺ ദ ടേബിൾ ആസ് ആൻ അറേ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും വെക്കുന്നില്ല. അതായത് അതായത് n എന്നുള്ള നമ്പർ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ ഐ ഇൻ റേഞ്ച് n+1 എന്നാലേ n വരെ ഇതാവും. എന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ അറേ ആയിട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്. എന്താണ് റിട്ടേൺ ടേബിൾസ് ആണ് അറേ. റിട്ടേൺ i ഇൻറ്റു n ഇൻറ്റു ഐ അല്ലേ, റിട്ടേൺ n ഇൻറ്റു ഐ. ഞാൻ ഇതൊന്ന് ശരിയാണോ ആലോചിക്കുക. റിട്ടേൺ ആണോ നമ്മൾക്കിപ്പോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇൻസൈഡ് ദ ലൂപ്പ്. ഓക്കെ ഇൻസൈഡ് ദ ലൂപ്പ് ആയതുകൊണ്ട് എപ്പോഴും അതെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ കറക്റ്റഡ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു എംപ്റ്റി അറേ ഡിഫൈൻ ചെയ്യാം ടേബിൾ എന്നുള്ളത്. എന്നിട്ട് ടേബിളിലേക്ക് ഇത് അപ്പൻഡ് ചെയ്യാം അല്ലേ. അതായത് ടേബിൾ ഡോട്ട് അപ്പൻഡ്, ടേബിളിലേക്ക് ഇത് അപ്പൻഡ് ചെയ്യുക, ടേബിൾ ഡോട്ട് അപ്പൻഡ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ ടേബിൾ അല്ലെ. ടേബിൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി അറേ ഫോർ ഐ ഇൻ റേഞ്ച് n+1. ടേബിളിലേക്ക് അപ്പൻഡ് ചെയ്യുക. അററാണല്ലോ. ഓക്കെ, 0 വന്നു ഇല്ലേ. നമുക്ക് ഫസ്റ്റത്തെ ഇത് മാറണം. അതായത് 0 തൊട്ടല്ല 1 തൊട്ടാണ് കമ്പൈൽ ചെയ്യേണ്ടത്. സോ ഞാൻ റൺ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ആക്ച്വലി ഇതിപ്പം n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എനിക്ക് അതിന്റെ 10 വരെയുള്ളത് വരെ ഓടണം. അപ്പം ഓക്കെ, മനസ്സിലായി. n എന്ന് പറയുന്നത്, അതായത് എനിക്ക് 10ന്റെ ടേബിളാണ് കാണണ്ടെങ്കിൽ ഞാൻ ഇവിടെ n വരെ അല്ലല്ലോ കൊടുക്കേണ്ടത്, 11 വരെ അല്ലായിരുന്നു കൊടുക്കേണ്ടത്. ഐ എം സോറി, പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പ്രാക്ടീസ് ചെയ്യാം, വിച്ച് ഈസ് റിവേഴ്സിങ് ദ ഇക്വേഷൻ. റിവേഴ്സിങ് ദ ഇക്വേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഗിവൻ എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദാറ്റ് കണ്ടെയ്ൻ ഓൺലി നമ്പേഴ്സ്. അതായത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, only numbers, and print the equation in reverse such that the equation is reversed but the numbers remain the same. അതായത് എസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഫസ്റ്റ്, അതായത് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് എടുത്തേ 5 + 2 × 56 - 2 / 4. ഇത് റിവേഴ്സ് ചെയ്യണം. ഇത് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. നമ്പേഴ്സ് അതുപോലെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് 4 / 2. അപ്പം 2 / 4 എങ്ങനെ, 4 / 2 - 56 × 2, 56 × 2 / 5 + 4. ഓക്കെ,
ഞാൻ ഇനി ഇൻപുട്ട് എടുക്കാണ്. അപ്പം ഇത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് നമുക്ക് നമ്പേഴ്സും എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ലിസ്റ്റിലേക്ക് കളക്ട് ചെയ്യാം. ഈ ടോക്കൺസിനെയും എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. അതായത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ എന്താണ് റിവേഴ്സ് ആവുന്നത്, നമ്പേഴ്സും റിവേഴ്സ് ആവുന്നുണ്ട്, ടോക്കൺസും റിവേഴ്സ് ആവുന്നുണ്ട് അല്ലേ. അപ്പം അതായത് ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഒരു empty, അതായത് എൻ്റെ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്ലസ് ഇൻറ്റു മൈനസ് ഡിവൈഡ്, പ്ലസ് ഇൻറ്റു മൈനസ് ഡിവൈഡ് ഇതായിരിക്കും. അതായത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്ട്രിങ് ആയിട്ട് ഞാൻ വാങ്ങാം. നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്, അതായത് നം എന്ന് പറഞ്ഞാൽ, ഓക്കെ സോറി അത് അവിടെ പറ്റില്ല അല്ലേ, ഞാൻ നം എന്ന് പറയുന്നതിലോട്ട് എൻ്റെ ഈ നമ്പേഴ്സ് എല്ലാം വാങ്ങി ഒറ്റ സ്ട്രിങ് ആക്കാം. ഫോർ എൻ എക്സാമ്പിൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, നമ്പേഴ്സ് 52, 56, 24 എന്നുള്ളൊരു സ്ട്രിങ് കിട്ടും. ഓക്കെ, ടോക്കൺസ് ആണെങ്കിൽ എന്ത് കിട്ടും, ഈ ടോക്കണിലോട്ട് എൻ്റെ ഇൻറ്റു ടോക്കണിലോട്ട് ഫസ്റ്റ് എന്താ, പ്ലസ് ഓക്കെ, എന്നിട്ട് അപ്പം എൻ്റെ ഈ ടോക്കൺസിലേക്ക്, അപ്പം ടോക്കൺസിലൊക്കെ എന്താ ഉള്ളത്, ടോക്കൺസ് ഡോട്ട് അപ്പൻഡ് നം. ഓക്കെ, അതായത് സോറി